നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കൊടുങ്ങല്ലൂർ നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ അങ്ങനെ തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേർ കാട്ടിക്കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുക? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാവം സെക്യൂരിറ്റി, ഈ സെക്യൂരിറ്റി പണിക്ക് ആൾ വരുന്നത് എന്തിനാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗൾഫുകാരാണ് കൂടുതലും ഈ സെക്യൂരിറ്റി പണിക്ക് പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരിവിടുന്ന് പോയി കഴിയുമ്പോൾ അവർ കുറച്ച് കളയുമ്പോൾ ഒരു പണിയില്ലാതാവുമ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി പണി അന്വേഷിച്ച് നടക്കും. വയസ്സാകുമ്പോൾ പിന്നെ അവർക്ക് വേറെ കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു സെക്യൂരിറ്റി പണി അന്വേഷിച്ച് പോയി എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ. അത് ചില ആളുകൾക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം ആവുന്നവരെ ആയിരിക്കും. ചില ആളുകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. ഈ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ നമ്മുടെ നാട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു സേഫ്റ്റി ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അതിനുള്ളിൽ ഇപ്പോൾ ATM ആണെന്നുണ്ടെങ്കിൽ ATM ഒക്കെ വന്നു കണ്ടിട്ട് ഏതെങ്കിലും രാത്രി വല്ല കള്ളന്മാരെന്തെങ്കിലും കയറി ചെയ്താൽ പോലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാ, ഇങ്ങനെ നോക്കി നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഈ സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ആയാലും. ആകെ ഞാൻ കണ്ടിട്ടുള്ളത് SBIയുടെ സെക്യൂരിറ്റിയുടെ കയ്യിലൊരു പൊട്ടാത്തൊരു തോക്കുണ്ടാവും. അല്ലാതെ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിലും ഒരു സേഫ്റ്റി ആയിട്ട് നിൽക്കാനുള്ള ഒരു ലാത്തി പോലും കണ്ടിട്ടില്ല. ഇവരവിടെ നിൽക്കും, നേരം വെളുക്കണത് വരെ ATMൻ്റെ പുറത്തൊരു കസേര ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. ഇത് പട്ടാപ്പകൽ ഒരു സെക്യൂരിറ്റി അവിടെ, അയാൾ ഒന്നും ആ വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, അയാൾ അവിടെ ഇരിക്കണ്. ഒരു ചെറിയൊരു പയ്യൻ ചെന്നിട്ട് കാലുകൊണ്ട് അയാളെ തൊഴിക്കണ ഒരു വീഡിയോ കണ്ട്. എന്താണ്, എവിടേക്കാണ് കേരളത്തിൻ്റെ പോക്ക്? മയക്കുമരുന്നും കഞ്ചാവും അടിച്ചിട്ട് ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ, പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് ചോദിക്കാൻ പോയാൽ അവരരയിൽ കത്തിയോ എന്തെങ്കിലും ഇട്ടാൽ അവർ നമ്മളെ കുത്തും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നാടിൻ്റെ പോക്ക്. ഇതൊക്കെ പോലീസ് എന്തിനത് കണ്ണടച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കണം. പക്ഷേ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലായിടത്തും MDM പിടിക്കണ്, അങ്ങനെയുള്ള ചില കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് പോലീസും നാട്ടുകാരും, ഞാൻ പറയണത് ഇങ്ങനത്തെ ഇതിനെ നാട്ടുകാർ തന്നെ കൈവയ്ക്കണം. അപ്പോഴത് പഠിക്കുള്ളൂ. അപ്പോൾ ഒരു പേടിയുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരില്ല നാട്ടുകാർ. ഇപ്പോൾ ഒരു കോളേജിലൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ളിൽ അടി. പക്ഷേ എന്ന സ്ഥാനത്ത് കോളേജിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇടപെടും. അങ്ങനെയൊക്കെയാണല്ലോ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ വർഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഈ മയക്കുമരുന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ആവേശം പോലീസ് സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ, പോലീസായാലും എക്സൈസ് ആയാലും ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നാട്ടിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറേഷൻ്റെ കാര്യം തന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതിനൊക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം ഇപ്പോഴത്തെ ഗവൺമെൻറ്. ആര് ഭരിച്ചാലും ശരി. ഇനിയിപ്പോൾ ഈ ഭരണമൊക്കെ മാറി കഴിയുമ്പോൾ ഇനി അടുത്ത ആൾക്കാർ വീണ്ടും ഇതിന് സപ്പോർട്ടായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട് നശിച്ചു പോകും. അതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തെന്നാണ് കാണിക്കുന്നത്? കാല് പൊക്കിയിട്ട് അയാളെ തലയ്ക്ക് 2 അടി. പക്ഷെ അയാൾ ഒന്നും പ്രതികരിക്കാതെ അങ്ങോട്ട് മാറിപ്പോവാണ്. അപ്പോൾ ആൾക്കാരെങ്ങനെ ജോലി ചെയ്യുക? അല്ലാന്നുണ്ടെങ്കിൽ ഇനി സെക്യൂരിറ്റി ആയിട്ട് നിർത്തുന്നത് അതേപോലെ നല്ല സ്റ്റേണായിട്ടുള്ള ആൾക്കാരെ നിർത്തണം. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് പണി കിട്ടും. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നടപ്പാവെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ സൗദിയിലായാലും ഗൾഫിൽ എവിടെ നോക്കി കഴിഞ്ഞാലും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പനിയാണ്. ആ കമ്പനിക്ക് പോലീസിൻ്റെ അധികാരം എവിടെ? അവർ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു തന്നെ, അവർ പിടിച്ചിട്ട് വീണ്ടും പോലീസിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ എന്തിനും ഒരു സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബാങ്കിനായാലും ശരി,
അമ്പലത്തിനായാലും പള്ളിക്കായാലും എന്ത് കാര്യത്തിനായാലും സെക്യൂരിറ്റി. ഇപ്പം എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റികൾ പാവപ്പെട്ട ഈ പ്രവാസികൾ നാട്ടിൽ വന്ന് അവർ വയസ്സായ ആൾക്കാരാണ്. എവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്ത് സേഫ്റ്റിനുള്ളത്? ഒരു സേഫ്റ്റി ഇല്ല. രാത്രി അവരുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ അടിയാണെങ്കിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിച്ച് മിണ്ടാതിരിക്കുക. വേറൊന്നും അവർക്ക് അതിൻ്റെ മുന്നിൽ വേറെ ഓപ്ഷനില്ല. ഞാനീ പറയണതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കേരളത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഉള്ള പാവപ്പെട്ട ആൾക്കാർ എന്തോരം വിഷമം കൊണ്ടാണ് അവർ ഈ സെക്യൂരിറ്റി പണിക്ക് പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ ഈ സെക്യൂരിറ്റി പണിക്ക് പോണത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം കേരളത്തിൽ നിന്ന് ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കണം. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി വേറെ ഒരു വിഷയമായിട്ട് നാളെ വരാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാണ്, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള വിഷയങ്ങൾ നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല, നമ്മൾ കാണുന്നത് ഇങ്ങനെ പറയണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചെറിയ കഴിവുകൾ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു മാത്രം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.